ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഇന്ന് ഇവിടെ അൻസാക്ക് ഡേ, അപ്പോൾ അതിൻ്റെ ഒരു ഹോളിഡേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ റൈഡ് വരെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ആയിക്കൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് കുറച്ച് ഈയിടെ റോഡിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട കുറച്ച് ചൈനക്കാർ പയ്യന്മാരാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഇങ്ങനെ ഇത് M7 ഹൈവേ കയറുക ബ്ലൂ മൗണ്ടൻസിൽ പോകാൻ വേണ്ടിയുള്ള. ഞാനപ്പോൾ അവരോട് പറഞ്ഞായിരുന്നു നമുക്കിവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവരിപ്പോൾ പകുതി വഴി വന്നിട്ടുണ്ട്. അപ്പോൾ അവന്മാരെ ഇവിടെ നിന്ന് കാണണം. ഇവിടെ നിർത്താൻ സ്ഥലമുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ തിരിയണമായിരുന്നു. എങ്ങോട്ടും തിരിയണം. റോഡ് ഒരു ഐഡിയ ഇല്ല. എന്തോ ഓഫായി പോയേ. നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ ഈ ഒരാഴ്ച മൊത്തം അവധികളായിരുന്നു കേട്ടോ. ഈസ്റ്ററിൻ്റെ അവധി ഉണ്ടായിരുന്നു കുറേ ദിവസം. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അന്ന് ഇവിടെ റൈഡ് പോകാൻ പറ്റിയില്ല. അന്ന് ഫുള്ള് ഫാമിലിയായിട്ട് കറേ പോയിരുന്നു. പിന്നെ ഇപ്പോൾ ആകെ കിട്ടിയൊരു അവസരമാണ്. ഇന്നിപ്പോൾ അവധി. അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ ഇവിടെ നിന്നുണ്ട്. ഗോൾഡൻ പോളാർസ് എന്ന് പറഞ്ഞ് നല്ല ഇപ്പോൾ ഓട്ടം സമയമാണ്. അപ്പം മരങ്ങളെല്ലാം നല്ല ഓറഞ്ച് കളറിൽ നിൽക്കുന്ന ടൈം. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഇവരുടെ ഒരു പ്ലാനിങ്. അപ്പോൾ അറിയത്തില്ല അവരോട് അവിടെ വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരം തിരിച്ച് നിന്നിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം നോക്കട്ടെ, ഏതായാലും പറ്റുന്നിടത്തോളം പോവാം. അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഹൈവേ കയറാൻ പോവാം. ഹൈവേയുടെ ഇവിടെ നിന്നാണ് അവരെ കാണാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരിപ്പോൾ അവിടുന്ന് പാരമറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരിവിടെ കാണണം. ഹൈവേ എടുത്ത് അധികം വ്യൂ ഒന്നും കാണില്ല കേട്ടോ. മറ്റേ നമ്മൾ ബിൽപ്പിൻ നമ്മുടെ കാടുകളിൽ കൂടെ പോകുമ്പോഴാണ് അത്യാവശ്യം നല്ല രസമുള്ള വ്യൂ എല്ലാം വരുന്നത്. ഇവിടെ അധികം വ്യൂ ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ അവന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ M4 കഴിഞ്ഞ് നമ്മൾ ഹൈവേ കഴിഞ്ഞ് ബ്ലൂ മൗണ്ടൻസിലോട്ടുള്ള സാധാ റോഡിലോട്ട് കയറുക. അങ്ങനെ നമ്മുടെ ചെക്കന്മാരെ കണ്ടു. അവന്മാരൊക്കെ എന്ത് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അവന്മാരൊപ്പം പോക്ക് നടക്കുമെന്ന് തോന്നില്ല. അവന്മാർക്ക് എല്ലാം ഉള്ളൂ. അപ്പോൾ ലൈസൻസും കൊണ്ട് ഇവിടെ ലൈൻ ഫിൽറ്ററിങ് ചെയ്ത് കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവന്മാർ ഒത്തിരി മെല്ലെ മെല്ലെ വരുന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇന്നത്തെ റൈഡ് ഞാൻ കയറി തിരിച്ചു പോവാ. നടക്കും തോന്നില്ല, ഒടുക്കത്തെ ബ്ലോക്ക്. ഇവന്മാരുടെ റോഡ് ഇപ്പം ഞാൻ അവിടെ വരെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അടുത്ത 3 മണിക്കൂർ പോയി കിട്ടും. ഈ ബ്ലോക്കിൽ കൂടെ എനിക്കത് ഇഷ്ടമില്ല, ഇങ്ങനെ ട്രാഫിക് കൂടെ വണ്ടി ഓടിക്കുന്നത്. ഒക്കെ ഫിൽറ്റർ ചെയ്ത് കയറി പോകാം, പക്ഷേ ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. അപ്പം ഞാൻ മിക്കവാറും അടുത്ത സ്ഥലത്ത് നിന്ന് അമ്മമാരുടെ ഭയം പറഞ്ഞ് ഞാൻ തിരിച്ചു പോവാം. ഓക്കെ. Too much traffic. Yeah. Yeah. All right, man. See you. Yeah. See you. All right. That's a good road. Yeah. All right. See you there. Yeah. അങ്ങനെ ഞാൻ തിരിച്ച് ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ പരിപാടിയിൽ നടക്കും. അയാൾ എത്ര മണി വരെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, 1 മണിക്കൂടെ എത്തുമെന്ന് കാണിക്കുന്നത്, 45 മിനിറ്റ്. കണ്ടോ, ഇങ്ങോട്ടേ ഉള്ളൂ ബ്ലോക്ക്, അങ്ങോട്ട് ബ്ലോക്കില്ല. ഇപ്പോൾ ആ റോഡ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ഒരു കാര്യമില്ലാത്ത ബ്ലോക്കായി പോകും. ഞാൻ ഇപ്പോൾ അമ്മമാരോട് പോയി കഴിഞ്ഞാൽ ഇന്നെങ്ങാ അവിടെ എത്തൂല. അമ്മ റൂട്ട് പുതിയ എനിക്കൊന്ന് ഇപ്പോൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അമ്മക്ക് റൂട്ടൊന്നും വലിയ ഇതില്ല, അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടൊരു മനുഷ്യനും ഇല്ല, എന്നാ സുഖം. ഒഴിഞ്ഞ റോഡിൽ കൂടെ പോകുന്ന ഒരു സുഖം വേറെ ഒന്നും തന്നെ കേട്ടോ. ഇതിപ്പോൾ ഇന്ന് നാളെ മറ്റന്നാൾ 3 ദിവസത്തെ അവധിയുള്ളൂ. ഇത്ര ആൾക്കാർ എല്ലാവർക്കും ഈ ഫേമസ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് മാത്രമേ ആൾക്കാർ പോകത്തുള്ളൂ. വേറെ എത്ര നല്ല നല്ല സ്ഥലങ്ങളുണ്ടെന്നറിയാം, പക്ഷേ ആൾക്കാരൊന്നും എന്താ പറയുക, ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ അറിയത്തില്ല. ഒരു 4-5 സ്ഥലം ഇങ്ങനെ നല്ല പേര് കേട്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് മാത്രമേ എപ്പോഴും പോകത്തുള്ളൂ. ഞാനിന്ന് രാവിലെ ആക്ച്വലി മറ്റേ ആ വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ റൈഡ് ഉണ്ടായിരുന്നു, നമ്മൾ സ്ഥിരം പോകുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ. അത് പോകണമെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷേ എന്തോ ചെയ്യാൻ അന്നേരം എഴുന്നേറ്റുമില്ല. അതിന് പോയാൽ മതിയായിരുന്നു, അത് 7:30 ഇങ്ങോട്ടുണ്ടോ ഒരു വണ്ടിയില്ല, ആരും അവിടുന്ന് ഇങ്ങോട്ട് വരാനില്ല, എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് പോകാനേ ഉള്ളൂ. എൻ്റെ ദൈവമേ, എത്ര വണ്ടി! എൻ്റെ ദൈവം, ഇവരൊക്കെ എന്തിനാ പോകുന്നത്? ഞാൻ തന്നെ ഇപ്പോൾ അവരുടെ കൂടെ പോയി പെട്ടെന്നല്ലാതെ എന്തിനാ ആൾക്കാർ ഈ ബ്ലൂ മൗണ്ടൻസ് അങ്ങനത്തെ ഫേമസ് സ്ഥലങ്ങളിൽ പോകുന്നത്? നല്ല റീജിയണൽ ടൗൺ, ബൗറിൽ, വൈസ്മെൻസ്ബറി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ, ബ്രോക്ക്, ഇഷ്ടം പോലെ നല്ല ഓറഞ്ച്, ബാത്തേഴ്സ്, നല്ല സൂപ്പർ റീജിയണൽ സ്ഥലങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ, ഇവിടെ സിഡ്നിയിൽ. എന്നാലും ആൾക്കാരെല്ലാം ഒരു ഫേമസും അങ്ങോട്ട് ഇറങ്ങിയതാക്കും, അങ്ങോട്ടൊക്കെ പോകും. BMW കിളിപ്പച്ച കളർ, ഏതവനാണോ അവൻ ഇത്രയും പൈസ കൊടുത്ത് BMW എടുത്തു, അതും കിളിപ്പച്ച. ഇവിടെ ചെറിയൊരു ടൗൺ ആട്ടോ, ഇവിടെ ഇച്ചിരി ട്രാഫിക് കാണും, പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ അങ്ങോട്ട് അടിപൊളി, പിന്നെ അങ്ങോട്ട് നല്ല വണ്ടിയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 38 മിനിറ്റ് കൊണ്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തെത്തും. പുള്ളി തുറന്നിട്ടുണ്ടായാൽ മതി, പുള്ളി രാവിലെ അങ്ങ് പോയാൽ മതിയായിരുന്നു, വെറുതെ വേസ്റ്റ് ആക്കിയൊരു ദിവസം.
ഇന്നത്തെ റൈഡ് ഇവിടെ എത്താതെ പോയി റൈഡായി പോയി. അടുത്ത ആഴ്ച എന്തായാലും അടിപൊളി റൈഡ് പോകണം, എന്നിട്ട് വീഡിയോ ഇടാം. അടുത്ത ആഴ്ച ഈ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ രസമുള്ളൂ, നല്ല പ്രൊഫഷണൽ ഗ്രൂപ്പിൻ്റെ കൂടെ. അടുത്ത ആഴ്ച ഏതായാലും അടുത്ത ആഴ്ച ഞായറാഴ്ച ഉണ്ട് ഒരു അൻസാക്ക് ഡേ റൈഡ് അല്ല, ഞായറാഴ്ച ഒരു അടിപൊളി റൈഡ് ഉണ്ട് അവരുടെ, എന്തോ ഒരു റൈഡ്. അങ്ങനെ നമ്മൾ തിരിച്ച് സിറ്റിയിൽ ടൗണല്ല മല ഇറങ്ങി കഴിഞ്ഞു. ഇത് മലയുടെ ലാസ്റ്റ് ഇറക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ നമ്മുടെ സ്ഥലത്തെത്തും. അല്ല, ഇത് കഴിഞ്ഞ് നമ്മൾ മോട്ടോർ വേ സ്റ്റാർട്ട് ചെയ്യും. ഗൈസ്, മാപ്പ് ഇടാതെ പോയാൽ പണി കിട്ടും. മാപ്പ് എന്തിനോ ഞാൻ ഞെക്കി ഓഫ് ആക്കി. എൻ്റെ ഗൂഗിൾ മാപ്പ് ഗൈസ്, അങ്ങനെ നമ്മൾ ഹൈവേ കയറിയിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ മോട്ടോർ വേ, ഇതാണ് നമ്മുടെ ഹൈവേ. അങ്ങോട്ട് നല്ല തിരക്കായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് വലിയ തിരക്കില്ല, നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ 40 കിലോമീറ്റർ 110 ഈ ഹൈവേ ആണ് കാണിക്കുന്നത്. ക്രൂസൊക്കെ ഉണ്ട് കേട്ടോ. ക്രൂസൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവനും